ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർടെൽ വിഷ് മീഡിയയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ്. നമ്മുടെ കാലൊന്ന് മടങ്ങിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 90% റിക്കവർ ആയിട്ടുണ്ട്. എന്നാലും ചെറിയ ആംഗിൾ സപ്പോർട്ടില്ലാതെ കുറച്ച് പാടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പ്രശ്നമാക്കുന്നില്ല. അപ്പോൾ നമ്മളിത് വലയിടാൻ ഇറങ്ങിയതാണ്. നമ്മൾ ഡിസ്കോ വല, അതായത് നമ്മുടെ പാടത്തെ പെട്ടിയും പറ എടുത്തിട്ടില്ല. പക്ഷേ ഈ സൈഡിൽ കൂടെ ഒരു ഒഴുക്കുണ്ട്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് ഏറ്റവും കൂടുതലുള്ളതുകൊണ്ടും ഇത് കുറച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ മീൻ ഈ പാടത്തേക്ക് കയറുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വലയിടാൻ ഇടുന്നത്. അപ്പോൾ ഇത് ഡിസ്കോ വലയാണ് ഇടുന്നത്. ഒന്ന് കെട്ടി തുടങ്ങാമെങ്കിൽ ഒന്ന് കരുതുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നാളെ രാവിലെ വലിക്കുമ്പോൾ കാണാം. എൻ്റെ കൂടെ അഖിലാണുള്ളത്. അപ്പോൾ ചെറിയ പൂള കാറ്റുമുണ്ട്, നമ്മൾക്ക് മാറവും കൂടെ വേണം. അപ്പം നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്ന മീനെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ 60 മേലോട്ടുള്ള എല്ലാ മീനും കിട്ടും, മുഴുത്ത മീനും കിട്ടും. അപ്പം മഴ പെയ്യുവാണെങ്കിൽ വാള കിട്ടുമെന്ന് കരുതുന്നുണ്ട്, ആറ്റുവാളയും. പിന്നെ 60 മേലോട്ടുള്ള കിട്ടുന്ന എല്ലാ മീനും നമ്മൾ എടുക്കും. ഇടാതെ വെച്ചിരുന്നുണ്ട്, ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വല വലിക്കുമ്പോൾ കാണാം മീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നാളെ രാവിലെ തീരട്ടെ കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ വല വലിക്കാൻ വന്നതാണ്. രാത്രിയിൽ കുറച്ച് നേരം മഴ പെയ്തായിരുന്നു. ചിലപ്പോഴാണ് മീൻ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതുണ്ടോ കിളിക്കൂടെ മീൻ ഒരു തെങ്ങിന് ഇടിയാറ്റിയിട്ട് വരും. അതേലും ധാരാളം കിളിയുണ്ട്. മഴ ഉടനെ നടന്നു പോകുന്നില്ല ഇല്ല. ഞാൻ അഖിലുമായിട്ട് വലയിടാൻ വേണ്ടി സമയപ്പെട്ടല്ലോ ഇതുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ മടലൊക്കെ കടന്നു പോയില്ല. നല്ല മഴക്കാറുണ്ട് കേട്ടോ. കാലവർഷം നേരത്തെ വരുന്നതാണോ അതോ വേനൽ മഴ താമസിച്ച് വരുന്നതാണോ ഒരു പിടിയില്ല. ഞാനെൻ്റെ കൊളത്തിൽ മീനുണ്ടോ കട്ടി. രാവിലെ നല്ല മണ്ണാപ്പിക്ക് ഇങ്ങനെ വലിച്ചു വന്നാലോ മതി. അപ്പുറത്തെ ലാസ്റ്റ് വലിക്കാം. ഉള്ള കഷ്ടമാണ്. അപ്പുറത്തെ ഭാഗമല്ല താമസം വെള്ളമൊന്ന് കണ്ടുപിടിക്കണം. ജീവനുണ്ടോ? ഒരു കോല, ഒരു വാള, ഊരിയടാ ഊരാണ്. മഴ പെയ്തിരുന്നാലും മീൻ കിട്ടിയാണ്. മഴ ശരിക്ക് പെയ്തില്ലല്ലോ അല്ലേ? കൂളിപ്പോയതില്ലേ? 2 തവണ ഇന്ന് തൂങ്ങി. കല്ലട മുട്ട എടുക്കാനാണ് പാട്. ഈ വലയിൽ നിന്ന് മീനെടുക്കുമ്പോൾ നമ്മൾ അകമ്പല കീറണം, എന്നിട്ട് പുറകോട്ട് വലിയെടുക്കാനേ പറ്റുള്ളൂ. കാരണം പുറം വലയിൽ നിന്ന് കയറി
കമ്പലേക്ക് കയറി കിടക്കുക. വേറെ വളം ഒരു നല്ലതാണ് നാളെ 10 വേറെ വേറൊരു വാളം പ്രിയ സുഹൃത്തുക്കൾ 2 വാള കിട്ടിയിട്ടുണ്ട്. നല്ല വലിക്കാൻ കിടക്കുകയാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ. തൊലി വലിക്കാതെ ഉണ്ടല്ലോ, ഇതിന്റെ ചെതുമ്പിട്ട് തേച്ചെടുത്തിട്ട് വറക്കണം. അടിപൊളി. അവിടെ എന്തുകൊണ്ട് നാളെ ഞാൻ തോന്നണം പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അധികം കയറി തരം കിട്ടും. ഇത് 2 കിലോ ഉള്ള ആളാണ് കേട്ടോ. 1.25 2 കിലോ. 2 കിലോ ഉണ്ട് ഇല്ലടാ? ഉണ്ട്. പൂവാണ് മീശയുള്ള പൂവ. മീശയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നത് എൻ്റെ പ്രായത്തെ സംബന്ധിച്ചാണ് മീശയുടെ കാര്യം പറയുന്നത്. അപ്പുറം വല്ലതാണ് നടക്കുന്നത്. ആളെ നമ്പർ 4. ഉടക്കിട്ടില്ല, ഈ പെരിൻ്റെ ഉടക്കില്ല. ആ കടി
പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നു. ഒരു വട്ടിയെടുത്ത് തലക്കിട്ട് ഓരോ കൈമ വന്നു തോന്നുന്നു. കാല് പിടിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഈ മൂലയ്ക്ക് വാള ഒരു കൂലി നമ്മളെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പ്രതീക്ഷിച്ച മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. നമ്മൾ വളഞ്ഞിട്ട് പിടിക്കുകയല്ല. നമ്മുടെ ഭാഗ്യത്തിന് ഈ നീരൊഴുക്കിന് മീൻ കയറി വരുമ്പോൾ അതിൻ്റെ പ്രതിബന്ധം സൃഷ്ടിച്ച് അതിൽ ഉടക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മീൻ നമുക്ക് വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. ഇതിനകത്തൂടെ ഇച്ചിരി പാടുപെട്ട് വേണം ഇറങ്ങിപ്പോയാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വലയിട്ടിട്ട് വള്ളം ഇച്ചിരി സൈഡിൽ കെട്ടിയിട്ട് പോകുമായിരുന്നു. എന്നിട്ട് അക്കരയിൽ നിന്ന് വള്ളം വിളിച്ച് നമ്മൾ അക്കരയ്ക്ക് പോകുമായിരുന്നു. കാരണം 4 തവണ ഇല്ലെങ്കിൽ നമ്മൾ കയറി ഇറങ്ങണം. ഇതിപ്പോൾ 2 തവണ കയറി ഇറങ്ങിയാൽ മതി ഇപ്പോൾ. അപ്പോൾ നമ്മൾ വള്ളം പുറത്തോട്ട് നോക്കട്ടെ. മീൻ നമ്മൾ വീട്ടിൽ ചെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ പിടുത്തം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് മീൻ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അതെ ചടി പോലടാ അവിടെ ചോദിക്കാം. വാള ഇതാണ് നമ്മൾ കൂടുതലും പ്രതീക്ഷിച്ചത്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന മീൻ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പിടിക്കാറുണ്ട്. ആ സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ മീൻ അവിടെ ഉണ്ടാകും എന്ന് പറയുന്നത്. അഞ്ച് വാള, 2 കരിയുമ്പളം, കൂളി, കല്ലട മുട്ടി, കരിമളത്തി പുറത്ത് 2, 3, 4 കല്ലട മുട്ടി. 5 ഉണ്ട്. ഉണ്ടോ? അണ്ണൻ്റെ കാലിൻ്റെ അവിടെ തീപ്പറേ ഫ്രണ്ടി 4 കല്ലട മുട്ടി, 5 കല്ലട മുട്ടി, പിന്നെ തൂളി, ഒരു കുറുവ, ഒരു കോല. എന്താ പള്ളത്തി എന്നടാ കരിയമ്പള തീർക്കാം. അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം ചാടിപ്പോയല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോകൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലാദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ധാരാളം പേര് വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതായത് ഒരു ഇനിയുള്ള 6 മാസം കൊണ്ട് നമുക്കൊരു 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കൂടെ നമ്മൾ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റ ബൈ ബൈ.